ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈസി വേ ടു കൊമേഴ്സിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബികോം സെക്കൻഡ് സെമസ്റ്ററിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ഡിസിഷൻസ് എന്ന സബ്ജക്റ്റിലെ മുഴുവൻ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് എസ്സേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. What is decision making and what are the various elements of decision making? Decision making is the process of selecting the best alternatives among various alternative solutions. പല സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നതിനെ പ്രോസസ്സിനാണ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. There are 6 elements in decision making. First, objectives of decision. Second, alternatives. Third, outcome. Fourth, criteria. Fifth, the decision environment. And the last, limiting factor. Next question is, what are the different types of decisions? There are 5 types of decisions. First, spontaneous and rational decisions. Second, programmed and non-programmed decisions. Third, individual and group decisions. Fourth, short run and long run decisions. And fifth, analytical decisions. ഇതിൽ സ്പോണ്ടേനിയസ് ഡിസിഷൻസ് എന്താണെന്ന് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്പോണ്ടേനിയസ് ഡിസിഷൻസ് മീൻസ് ക്വിക്ക് ഡിസിഷൻസ് വിതൗട്ട് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓർ അനാലിസിസ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നതിനാണ് സ്പോണ്ടേനിയസ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എറേഴ്സ് ഉണ്ടാകുന്നതിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതേസമയം റാഷണൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻസ് ടേക്കൺ ബൈ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓർ അനാലിസിസ്. ദെയർഫോർ ദ ചാൻസ് ഓഫ് എറേഴ്സ് ആർ മിനിമം. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത്, എക്സ്പ്ലെയിൻ the economic theories used in decision making. ഏതൊക്കെയാണ് ഇക്കണോമിക് തിയറീസ്? There are 7 economic theories used in decision making. First, demand theory. Second, production theory. Third, cost theory. Fourth, price theory. Fifth, profit theory. Sixth, theory of capital. And seventh, തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ. ഇനി ഈ ചാപ്റ്ററിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ്? ദർ ആർ 7 steps are involved in the process of decision making. First, problem identification. Second, problem diagnosis. Third, discovering alternatives. Fourth, evaluating the alternatives. Fifth, selecting the alternative. Sixth, implementing. And the last is follow up. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും നമ്മൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, what is law of demand and explain its assumptions and exemptions? Law of demand states that there is a negative relationship between the price of a goods and the quantity demanded, holding other factors constant. അതായത് ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയും പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ. ഇതിൻ്റെ അസംഷൻസ് ആയിട്ട് പറയുന്നത്, ദ ഇൻകം ഓഫ് ബയേഴ്സ് ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ദ ടേസ്റ്റ്, ഹാബിറ്റ്, പ്രിഫറൻസ് ഓഫ് ദി ബയേഴ്സ് ഡു നോട്ട് ചേഞ്ച്. ദർ ഷുഡ് നോട്ട് ബി എനി ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ദി ബയേഴ്സ് ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് എനി ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ്. There should not be any change in the number of buyers in the market. And the last one is, the buyers should not anticipate any
ഷോർട്ടേജ് ഇൻ ദി സപ്ലൈ ഓഫ് പർട്ടിക്കുലർ കമ്മോഡിറ്റി. ഇതോടൊപ്പം തന്നെ ചോദിച്ചിട്ടുള്ള ഒന്നാണ് എക്സെപ്ഷൻസും. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ഇൻഫീരിയർ ഗുഡ്സ് ഓർ ഗിഫൺ ഗുഡ്സ്, സെക്കൻഡ് പ്രസ്റ്റീജ് ഗുഡ്സ്, തേർഡ് കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ഫോർത്ത് കൺസ്യൂമേഴ്സ് മിസ്കൺസെപ്ഷൻസ്, ലാസ്റ്റ് ചേഞ്ച് ഇൻ ഫാഷൻ. ഇത്രയുമാണ് ലോ ഓഫ് ഡിമാൻഡ് തിയറിയിലെ എക്സെപ്ഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നേക്കുന്നത് വാട്ട് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മീൻസ് എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഫ്യൂച്ചർ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 3 മെത്തേഡ്സാണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് സർവേ മെത്തേഡ്, നെക്സ്റ്റ് മാർക്കറ്റ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ആൻഡ് തേർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിനുള്ള 3 മെത്തേഡുകളാണ് സർവേ മെത്തേഡും മാർക്കറ്റ് എക്സ്പെരിമെൻ്റൽ മെത്തേഡും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വന്നേക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പല രീതിയിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ്, എത്ര രീതിയിലുണ്ട് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, നെക്സ്റ്റ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മൂന്നാമതായി പറയുന്നത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഫോർത്ത് അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇങ്ങനെ 4 രീതിയിലുള്ള ഡിമാൻഡാണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് ഉള്ളത്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇത്രയും ക്വസ്റ്റ്യൻസാണ് എസ്സേക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററായ പ്രൊഡക്ഷൻ അനാലിസിസിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഇക്കണോമീസ് ആൻഡ് ഡിസിക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. എന്താണ് ഇക്കണോമീസും ഡിസിക്കണോമീസും? Economies of scale are present when an increase in output causes long run average cost to fall. അതായത് ഇക്കണോമീസിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് കുറയുന്നു. മെയിനായിട്ടും ഇക്കണോമീസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റേർണൽ എന്നും എക്സ്റ്റേണൽ എന്നും. ഇൻറ്റേർണൽ ഇക്കണോമീസിനെ വീണ്ടും 6 സബ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടെക്നിക്കൽ ഇക്കണോമീസ്, അടുത്തത് ഇക്കണോമി ഓഫ് ലേബർ, മാനേജീരിയൽ ഇക്കണോമീസ്, കൊമേഴ്സ്യൽ ഇക്കണോമീസ്, ഇക്കണോമി ഓഫ് ക്യാപിറ്റൽ ആൻഡ് റിസ്ക് ബിയറിംഗ് ഇക്കണോമീസ്. എക്സ്റ്റേണൽ ഇക്കണോമീസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഇക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്നും ഇക്കണോമീസ് ഓഫ് ഇൻഫർമേഷൻ എന്നും. അടുത്തത് ഡിസിക്കണോമീസ് ഓഫ് സ്കെയിൽ. ഡിസിക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആവറേജ് കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. അതായത് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ ആർ പ്രസൻറ്റ് വെൻ ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് കോസ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് ടു ഇൻക്രീസ്. 2 രീതിയിലുള്ള ഡിസിക്കണോമീസ് ആണുള്ളത്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ ഡിസിക്കണോമീസ് occur due to complexity, but external economies occur due to increase in cost of production. Next, 4th chapter ആണ് cost analysis. 4th ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. What are the different cost concepts? There are different cost concepts. They are fixed cost and variable cost, opportunity cost and outlay cost, short term and long term cost, explicit cost and implicit cost, past and future cost, economic and accounting cost, out of pocket cost and book cost, incremental cost and sunk cost, avoidable and unavoidable cost, replacement and historical cost. ഇത്രയുമാണ് കോസ്റ്റ് കൺസെപ്റ്റ്. അടുത്തതായി നമുക്ക് 5ാമത്തെ ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ? എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. Monopolistic competition refers to a market situation in which there are
many producers producing goods which are close substitutes of one another or where output is differentiated. അതായത് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, പക്ഷേ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഡിഫറൻറ്റും ആയിരിക്കും. ഇതിൻ്റെ ഫീച്ചേഴ്സ്: presence of large number of sellers, product differentiation, independent price policy, non-price competition, large number of buyers, free entry and exit, selling cost, absence of perfect knowledge, and the group concept. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് നോക്കാം. ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓൾ എൻഗേജ്ഡ് ഇൻ ദി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ബയേഴ്സും സെല്ലേഴ്സും കൂടുതലായിരിക്കും. അവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഗുഡ്സ് ഹോമോജീനിയസ് ആയിരിക്കും, ഒരേപോലെയുള്ള ഗുഡ്സ് ആയിരിക്കും. ഫീച്ചേഴ്സായി പറയുന്നത് existence of large number of buyers and sellers, identical product, free entry or exit, buyers and sellers have perfect knowledge, perfect mobility of factors of production, assumption of no transportation cost. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് monopoly? What are the different kinds of monopoly? Monopoly is that market in which a single producer controls the all supply. മൊണോപ്പൊളിയിൽ ഒരേ ഒരു പ്രൊഡ്യൂസർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആ പ്രൊഡ്യൂസർ തന്നെയായിരിക്കും സപ്ലൈ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ്: ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൊണോപ്പൊളി എന്ന് പറയുന്നത്: ഫസ്റ്റ്, പ്രൈവറ്റ് മൊണോപ്പൊളി, പബ്ലിക് മൊണോപ്പൊളി, സിമ്പിൾ മൊണോപ്പൊളി, ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി, ലീഗൽ മൊണോപ്പൊളി, natural monopoly, technological monopoly, and joint monopoly. The last question: what is oligopoly? What are the features of oligopoly? Oligopoly is a market situation where there are few firms selling differentiated or homogeneous products. ഒളിഗോപ്പൊളിയിൽ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും എണ്ണം കൂടുതലായിരിക്കും. അതുപോലെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഹോമോജീനിയസോ ഡിഫറൻറ്റോ ആകാം. ഇതിൻ്റെ ഫീച്ചേഴ്സായി പറയുന്നത്: ഫസ്റ്റ്, ഫ്യൂ സെല്ലേഴ്സ്. അടുത്തത്, മ്യൂച്വൽ ഇൻ്റർ ഡിപ്പെൻഡൻസ്. നെക്സ്റ്റ്, ഹോമോജീനിയസ് ഓർ ഡിഫറൻഷ്യൽ പ്രൊഡക്റ്റ്. അടുത്തത്, അഡ്വർടൈസിങ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ്. ആൻഡ് ലാസ്റ്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ഡിസിഷൻസ് എന്ന സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്ററും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ സഹിതം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മറ്റ് സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായി കാണാം. താങ്ക് യു.